ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് സനൻ നായർ. ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഉണ്ട്. കാര്യം എല്ലാവരുടെ വീട്ടിലും ഒരാളെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായിരുന്നാലും അവരെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവുന്നവരും അറിഞ്ഞൂടാത്തവരുണ്ട്. ഈ വീഡിയോ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഗ്ലൂക്കോമീറ്റർ ആണ് കോണ്ടൂർ പ്ലസിൻ്റെ ഗ്ലൂക്കോമീറ്റർ. ഇതുപോലെ മാർക്കറ്റിൽ ഒരുപാട് ഗ്ലൂക്കോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കോണ്ടൂർ പ്ലസിൻ്റെ ആണ്. ഇതിൻ്റെ തന്നെ മെക്കാനിസം തന്നെയാണ് പലതിലും മാറി മാറി വരുന്നത്. എല്ലാത്തിലും ഓപ്പറേഷൻസ് എല്ലാം ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കോണ്ടൂർ പ്ലസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോമീറ്ററിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബാഗ് ഉണ്ടാവും. ഈ ബാഗിനകത്താണ് നമ്മുടെ ഡിവൈസ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഡിവൈസ് ഉണ്ടാവും, നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവും. ഇതാണ് മെയിൻ ഡിവൈസ്. പിന്നെ ഒരു ലാൻസിങ് ഡിവൈസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബ്ലഡ് പ്രിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻസിങ് ഡിവൈസ്. പിന്നെ നമ്മുടെ കയ്യിൽ അതിനോടൊപ്പം ഉണ്ടാകുന്ന ഇതാണ് ടെസ്റ്റ് സ്ട്രിപ്സ് എന്ന് പറയും. ഈ സ്ട്രിപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ ഈ 3 ഡിവൈസസ് വെച്ചിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ലാൻസിങ് ഡിവൈസ്. നമ്മൾ ആദ്യം ഇതാണ് ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ലാൻസെറ്റ് ഉണ്ട്, നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ കിട്ടുന്നതാണ് ലാൻസെറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ വിരലിൽ ബ്ലഡ് പ്രിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാൻസെറ്റ് നമുക്ക് എങ്ങനെ ഈ ലാൻസിങ് ഡിവൈസിൽ വയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഈ ലാൻസെറ്റ് ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ലാൻസെറ്റ്. ഇത് താഴ്ഭാഗമാണ്, ഇത് മേൽഭാഗം. ഇത് ഈ കാണുന്ന പോർഷൻ കണ്ടോ, ഈ പോർഷനിൽ ഇത് ഇങ്ങനെ ഈ ഒരു പോർഷനിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ട് പൊക്കുക. അപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു 2 ഇതുണ്ട്. ഇതിങ്ങനെ വയ്ക്കുക. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോക്കായി ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക, മുകളിലൊക്കെ എടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ആകും. എന്നിട്ട് നമ്മുടെ ഈ ലാൻസെറ്റ് ഇങ്ങനെ എടുത്തിട്ട്, ലാൻസെറ്റിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ബട്ടൺ പോലത്തെ പോർഷൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഊരുക. അപ്പോൾ ഇത് ഊരി ഈ കാണുന്നതാണ് നീഡിൽ. ഈ നീഡിൽ നമ്മളിത് ഇവിടെ ഇങ്ങനെ ലോഡ് ചെയ്യുക. ഇപ്പോൾ ഇത് ലോക്കായിട്ട് ഇരിക്കുകയാണ്. ഇനി അത് നമ്മുടെ ഈ ക്യാപ്പ് വെച്ച് ജസ്റ്റ് നേരത്തെ കാണിച്ചതുപോലെ വീണ്ടും അടയ്ക്കുക. ഇതിങ്ങനെ വയ്ക്കുക. ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഒരു ടിക്ക് സൗണ്ട് കേട്ടു. ഇപ്പോഴാണ് ഇത് ലോക്കായത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബ്ലഡ് പ്രിക്ക് ചെയ്ത് എടുക്കുന്നത്. ഇതെങ്ങനെ പ്രിക്ക് ചെയ്യാമെന്ന് നമുക്ക് നടത്താൻ നോക്കാം. ഇതിൽ 2-3 അളവുകളുണ്ട്. 1, 2, 3, 4, 5 ഇങ്ങനെ ഓരോ അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ അളവ് എന്ന് പറയുന്നത് നമ്മുടെ നീഡിൽ നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ച് കയറുന്ന ആഴത്തിൻ്റെ അളവുകളാണ്. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. കട്ടിയുള്ള തൊലിയുള്ളവരുണ്ടാവും, നോർമലായിട്ട് തൊലിയുള്ളവരുണ്ടാവും. അത് നമ്മൾ ഓരോ പ്രാവശ്യം ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഏതാണ് നമ്മുടെ അളവ് എന്നുള്ളത്. ആ അളവ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. ഇപ്പോൾ എന്തായിരുന്നാലും ഫസ്റ്റിലാണ് ഇത് വയ്ക്കുന്നത്. 1 മിനിമൽ സ്റ്റേജിൽ ഇതേക്കാണ്. ഈ ഒരു സിമ്പിളല്ല, ഈ സിമ്പിളിലേക്ക് നമ്മൾ 1 എന്നുള്ള സിമ്പിളില്ലേ, ഈ ഒരു സിമ്പിളിലേക്കാണ് നമ്മുടെ ഇത് വയ്ക്കേണ്ടത്. ഇത് വെച്ചതിന് ശേഷം ഈ ബാക്ക് പോർഷൻ കണ്ട ഒരു വൈറ്റ് പോർഷൻ, ഈ വൈറ്റ് പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് വയ്ക്കുക. അപ്പോൾ ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേട്ടു ഇല്ലേ. ഇതിപ്പോൾ ലോഡായി നിൽക്കുവാണ്. ഇനി നമ്മുടെ ഈ ഒരു നമ്മുടെ വിരലിലേക്കാണ് ഇത് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡിവൈസ് അടുത്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്സും ജസ്റ്റ് ഇതൊരു ഓപ്പൺ ആക്കി ഇതിനകത്തൊരു 10-25 സ്ട്രിപ്സ് ഉണ്ടാവും. അതിലൊരു സ്ട്രിപ്പ് നമ്മൾ എടുത്തതിന് ശേഷം ഒരുപാട് സമയം ഇത് പുറത്തെടുത്ത് വയ്ക്കരുത് കേട്ടോ. ഒരുപാട് സമയം ഇത് പുറത്തെടുത്ത് വെച്ചാൽ എയറുമായിട്ട് കോൺടാക്റ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഇത് എറർ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഈ ബ്ലഡ് സ്ട്രിപ്സിൻ്റെ മേളിൽ ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം നമ്മുടെ ഈ ഒരു പോർഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഇൻസേർട്ട് ആയപ്പോൾ ഇത് ഓണായി, കണ്ടോ, ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്ലഡ് കൊടുക്കേണ്ട പോർഷൻ ഇതാണ്. ഇനി എങ്ങനെ ബ്ലഡ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ബ്ലഡ് ലാൻസിങ് ഡിവൈസ് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചു. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ആൽക്കഹോൾ സ്വാബ് എടുക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ വിരലുകൾ ക്ലീൻ ആയിരിക്കണം. നമ്മൾ ബ്ലഡ് പ്രിക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ സ്വാബ് എടുക്കുന്നത്. കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. നല്ലതുപോലെ ജസ്റ്റ് ഇതിങ്ങനെ കീറി എടുക്കുമ്പോൾ ഇതൊരു വെറ്റായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. വെറ്റായിട്ടുള്ളത് ആൽക്കഹോൾ വെറ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാഡാണ്. ഈ പാഡ് വെച്ചിട്ടാണ് ആദ്യം ഈ നമ്മുടെ ഫിംഗർ ക്ലീൻ ചെയ്യുന്നത്. ആ ഫിംഗർ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ബ്ലഡ് എടുക്കുന്ന പോർഷൻ മീൻസ് നമ്മൾ ഏത് വിരലാണ് ബ്ലഡ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ റിങ് ഇടുന്ന ഫിംഗർ ആയിരിക്കണം, അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ. ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്ന മിഡിൽ ഫിംഗറാണ്. മിഡിൽ ഫിംഗർ നല്ലതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുക. ഇത് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു പോർഷനിലല്ല നമ്മൾ ബ്ലഡ് എടുക്കേണ്ടത് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ ബ്ലഡ് എടുക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ തടവി ഇടുക. അപ്പോഴത്തേക്ക് ബ്ലഡ് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. കണ്ടോ, നിറഞ്ഞു നിൽക്കും. ഈ ഒരു പോർഷനിലാണ് നമ്മൾ
ബ്ലഡ് എടുക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. നമ്മളിവിടെ എടുക്കരുത്. ഇവിടെ എടുക്കുന്നത് ഇവിടെ ഒരുപാട് ബ്ലഡ് ഇത് വരും. എന്നിരുന്നാലും നമ്മൾ എടുക്കേണ്ട പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന ഒരു പോർഷനാണ്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ബ്ലഡ് എടുക്കാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ലോഡ് ചെയ്ത് വെച്ചിരുന്ന പെന്നാണ് 1ലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഇനി ബ്ലഡിൻ്റെ ഇത് എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ കണ്ടോ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാൻസെറ്റ് നമ്മുടെ വിരലിലേക്ക് പതിക്കും. ഞാനിത് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതേ ബ്ലഡ് വന്നു കഴിഞ്ഞു. ആദ്യത്തെ പ്രസ് കഴിഞ്ഞപ്പോൾ ബ്ലഡ് വന്നു കഴിഞ്ഞു. ഈ ബ്ലഡ് നമ്മൾ എടുക്കരുത്. ഇത് നമ്മൾ ഒരു ആൽക്കഹോൾ സ്വാബ് കൊണ്ട് വൈപ്പ് ചെയ്ത് കളയണം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ആൽക്കഹോൾ സ്വാബ് കൊണ്ട് വൈപ്പ് ചെയ്ത് കളയുകയാണ്. അത് കളഞ്ഞതിന് ശേഷം ഇനി അടുത്ത ഇതിൽ വരുന്ന നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വരും. അപ്പോൾ നമുക്ക് ബ്ലഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലഡ് നമ്മളിനി എടുത്ത് ഡിവൈസ് എടുക്കുക. നമ്മളിത് ബ്ലഡ് എടുത്തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തേക്ക് ആ സ്ട്രിപ്പിൻ്റെ അറ്റം കൊണ്ടുവരിക. ഇത് സക്ക് ചെയ്തെടുത്തു. റീഡിങ് കാണിക്കാനായിട്ട് പോവുകയാണ്. 2, 1 ഒരു ജസ്റ്റ് 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ആണ് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പം നോർമൽ ലെവലിലാണ്. ഇത് +or-15 വരെ ആവും. ആക്ച്വലി ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് ഇത് എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്നില്ല. ഇത് നമുക്ക് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു നമുക്കൊരു റേഞ്ച് അറിയാൻ പറ്റും. എത്രത്തോളം നമുക്ക് ഷുഗർ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ടെന്ന് നമുക്ക് ഇത് അറിയാൻ പറ്റും. നമ്മൾ എപ്പോഴും കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ലെവൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകണം? നമ്മൾ ലാബിൽ പോയി കൃത്യമായിട്ടുള്ള ബ്ലഡ് ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന്, അതായത് നമുക്ക് എന്തെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ അങ്ങനെ ആണോ എങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് വേരിയേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനാണ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഇത് കണ്ടില്ലേ, ഇത് സ്ട്രിപ്പ് ഞാൻ വച്ചിട്ട് ഞാൻ ബ്ലഡ് എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് ഇതിങ്ങനെ വച്ചതേ ഉള്ളൂ. അത് എന്നെ സക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സക്ക് ചെയ്തെടുത്ത് ഒരു 1 to 2 സെക്കൻഡ്, മാക്സിമം പോയ ഒരു 4 സെക്കൻഡ്സ് അതിന് റീഡിങ് കാണിക്കും. ഇങ്ങനെയാണ് നമ്മുടെ റീഡിങ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇത് വളരെ എളുപ്പമുള്ളതാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് മീറ്റർ ഇത് വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഇത് എന്താ പറയുക, ആർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വെച്ച് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ഓഫായി, കണ്ടോ, ഓഫായിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്ത് ഒരിടത്ത് വിടല് ഡിസ്പോസ് ചെയ്യണം. ജസ്റ്റ് ഏതെങ്കിലും വേസ്റ്റ് ബിന്നിൽ അങ്ങനെ ഇട്ടിട്ട് ഒന്നിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യേണ്ടടുത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുക. ഒരിക്കലും എടുത്ത് പുറത്ത് ഇടരുത് കേട്ടോ, പുറത്തൊന്നും ഇടരുത്. ബ്ലഡ് സാമ്പിൾസ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് പുറത്തിടരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിത്ത് ദ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് ആനന്ദ് നായർ സൈനിങ് ഓഫ് ഫ്രം സൺഡേ ട്രാവൽ വ്ലോഗ്സ്. ബൈ ബൈ.